ഇന്ത്യയും യുഎസും തമ്മിലുള്ള പ്രതിരോധ സഹകരണത്തിനുള്ള സുപ്രധാന സംഭവ വികാസമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും അമേരിക്കയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സള്ളിവനും ഉടൻ തന്നെ കൂടിക്കാഴ്ച നടത്തുകയും സ്ട്രൈക്കർ കവചിത വാഹനത്തിന്റെ സഹവികസനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ പുനരാരംഭിക്കുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3ാം ടൈമിന്റെ തുടക്കത്തെ തുടർന്നാണ് ഈ നീക്കം. അന്താരാഷ്ട്ര പങ്കാളിത്തത്തിലൂടെ ഇന്ത്യയുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനാണ് ഇത് ഊന്നൽ നൽകുന്നത്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരുമിച്ച് സ്ട്രൈക്കർ കവചിത വാഹനത്തിന്റെ സഹവികസന സംരംഭം ഇന്ത്യയിൽ വാഹനങ്ങൾ നിർമ്മിക്കാനുള്ള പദ്ധതികൾക്കൊപ്പം ഒരു സംയുക്ത ഉൽപാദന ശ്രമത്തിനാണ് അടിവരയിടുന്നത്. ഇന്ത്യൻ സൈന്യം ഈ സ്ട്രൈക്കർ കവചിത വാഹനത്തിന്റെ 300 യൂണിറ്റുകൾ വാങ്ങാനാണ് ഒരുങ്ങുന്നത്. ഈ സംരംഭത്തിൽ പൊതുമേഖലാ കമ്പനികളെയും കൂട്ടിച്ചേർക്കും. പൊതുമേഖലാ കമ്പനികൾ ഉണ്ടെങ്കിലും നിർമ്മാണ സ്ഥാപനങ്ങളെയും കൃത്യമായ ഓർഡർ അളവിനെയും സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കുന്നത് പ്രതിരോധ മന്ത്രാലയമായിരിക്കും. ഈ സ്ട്രൈക്കർ കവചിത വാഹനങ്ങളിൽ ഉയർന്ന ഉയരമുള്ള പ്രദേശങ്ങളിൽ അവയുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് നവീകരിച്ച എഞ്ചിന്റെ ആവശ്യകത ഇന്ത്യൻ സൈന്യം ഊന്നി പറഞ്ഞിട്ടുണ്ട്. വടക്കുകിഴക്കൻ അതിർത്തികൾ പോലെയുള്ള വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രദേശങ്ങളിൽ വിപുലമായതും കരുത്തുറ്റതുമായ സൈനിക ഹാർഡ്വെയർ വിന്യസിക്കാനുള്ള തന്ത്രപരമായ അനിവാര്യതയാണ് ഈ ആവശ്യകത പ്രതിഫലിപ്പിക്കുന്നത്. കരസേനയുടെ പ്രവർത്തനങ്ങളെ ഫലപ്രദമായി പിന്തുണയ്ക്കാൻ സ്ട്രൈക്കർ വാഹനങ്ങൾക്ക് കഴിയുമെന്ന് ഉറപ്പാക്കിക്കൊണ്ട് കഠിനവും ഉയർന്നതുമായ ചുറ്റുപാടുകളിൽ നാവിഗേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായ ശക്തിയും പ്രകടനവും നവീകരിച്ച എഞ്ചിൻ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ എഞ്ചിന്റെ നവീകരണത്തിലെ നിർമ്മാണ പങ്കാളികളുടെ തിരഞ്ഞെടുപ്പും വിശദമായ ഓർഡർ അളവുകളും ഉൾപ്പെടെ ഇതിന്റെ സഹകരണത്തിന്റെ പ്രത്യേകതകളെല്ലാം തന്നെ അന്തിമമായി തീരുമാനിക്കുന്നത് MOD ആണ്. ആത്മനിർഭർ ഭാരത് എന്ന ദൗത്യത്തിന് കീഴിലാണ് ഈ പദ്ധതി. ഈ ആത്മനിർഭർ ഭാരത് എന്ന ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സ്ട്രൈക്കർ കവചിത വാഹനങ്ങൾ ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രവർത്തന ആവശ്യങ്ങൾ നിറവേറ്റുന്നുവെന്ന് ഉറപ്പാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ടുണ്ട്. ഈ ദൗത്യം അന്തിമമായാൽ ഈ കോ പ്രൊഡക്ഷൻ ഡീൽ എന്നത് ഇന്ത്യ-US പ്രതിരോധ സഹകരണത്തിൽ സുപ്രധാനമായ ഒരു മുന്നേറ്റം തന്നെ ആയിരിക്കും. വൈദഗ്ധ്യത്തിനും പോരാട്ടത്തിനും പേരുകേട്ട 8 ചക്രങ്ങളുള്ള കവചിത യുദ്ധ വാഹനങ്ങളാണ് സ്ട്രൈക്കർ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.